എന്നെപ്പോലും മടിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്രയ്ക്കും മടി പിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം മടിയന്മാർക്കൊക്കെ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തോ. ടേസ്റ്റിന് ഒരു കുറവില്ല. ഇന്ന് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചു വൈകുന്നേരം മക്കൾക്ക് എന്താ വേണ്ടത് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനെന്ന്. കാരണം ഒരു നല്ലോണം വിശന്നിട്ട് വരുന്ന ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് നല്ലോണം കഴിക്കും. പിന്നെ കഴിക്കലെല്ലാം കണക്കായിരിക്കും. അപ്പം ഞാൻ ചോദിച്ച ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക. കുറേ ദിവസമായി അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. എനിക്കറിയാം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കുറച്ച് കടുപ്പുള്ള എന്തെങ്കിലും എനിക്ക് പറയലുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ബിരിയാണിയുമ്പോൾ തന്നെ പോയി പിടിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാലും ബിരിയാണി ആണെങ്കിൽ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാ സാധനമൊന്നും എൻ്റെ അടുത്തില്ല. എന്നാലും ഞാൻ വിചാരിച്ചു കുട്ടിയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ ഉള്ള സാധനം കൊണ്ട് ഒക്കെ നല്ല ടേസ്റ്റിൽ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഗീ ഇല്ല മെയിനായിട്ട്. പക്ഷേ ഗീ ഇല്ലാത്തൊരു പ്രശ്നം ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് തോന്നിക്കില്ല കേട്ടോ. പിന്നെ അപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ വിചാരിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി വെക്കാം. ചിക്കന് ഫ്രൈ ചെയ്തത് അവർക്ക് ഇഷ്ടം. എന്നാൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്താൽ ഈ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഒരു പകുതി ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ബാക്കി ചിക്കന് കുക്കാവുന്നതൊക്കെ മസാലയിൽ വെച്ചിട്ട് കുക്കായാൽ ആ ബിരിയാണിക്ക് എന്ത് വന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പകുതി കുക്കാകുന്ന സമയത്ത് ഒരു ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. ബാക്കി മസാലയിലിട്ട് കുക്കായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം കൂടി ഒരു നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഏകദേശം ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചോറുണ്ടാക്കണം. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പാനിൽ തന്നെ ഇനി ചോറുണ്ടാക്കിയിട്ട് ഇതിൽ തന്നെ ഇനി മസാല ഉണ്ടാക്കാമെന്നല്ല വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പു ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വലിയ ജീരകം കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് നമ്മളെ മസാല ജീരകം ഉണ്ടല്ലോ അതും കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഈ ഒരു സമയത്ത് ഇടുകയാണെങ്കിൽ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഇപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ബിരിയാണി റൈസ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇപ്പോൾ 3 പേർക്കുള്ള ചോറാണ്. കുറച്ച് അരി എടുത്തിട്ടുണ്ട്. അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് വന്ന സമയത്ത് കഴുകി വെച്ചിട്ടുള്ള അരി നല്ലോണം 3-4 വെള്ളത്തിൽ നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തേക്ക് ചോറങ്ങ് ആവുമല്ലോ. അപ്പോൾ അത് അടച്ച് വെക്കാം, ചോറാവട്ടെ. അപ്പോഴത്തേക്ക് മസാലേൻ്റെ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് വെക്കട്ടെ. ഉള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, കുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കുന്ന ബിരിയാണി. അപ്പോൾ 2 ഉള്ളി എടുത്തിട്ടാണ് ആക്കുന്നത്. 2 ഉള്ളി അതും എനിക്ക് വാറ്റിയെടുക്കാനുള്ള ഒന്നും ഒരു ക്ഷമയില്ല. ഒന്ന് പെട്ടെന്ന് ഈ പണി അതിനപ്പുറം പോകണം, അത്ര തന്നെ. കിച്ചൺ ഒഴിവായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും, ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലൊക്കെ വന്നോട്ടെ. ഒരു വിസിലൊന്നും ഓഫാക്കണ്ട. 1-2-3 വിസിലൊക്കെ ഞാൻ ഏകദേശം ഒരു 4 വിസിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ഈ ഒരു ഉള്ളി നല്ലോണം ഒന്ന് കുക്കായിട്ട് വരും. ആ ഉള്ളി കുക്കാകുന്ന സമയം കൊണ്ട് ഇവിടെ റൈസും വെന്തിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടായി ആ റൈസ്. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഓയിൽ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എരിവിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അതും ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാം, കുട്ടികൾക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതായത് കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. പച്ചമുളക് തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എരിവ് കിട്ടുന്നുണ്ട്. പിന്നെ ഓൾറെഡി ചിക്കനിൽ ഞാൻ നല്ലോണം മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് പെരക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഉള്ളി കുക്കായ ഉള്ളിയാണല്ലോ, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഈ ഒരു ഓയിലിന് ജസ്റ്റ് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരു വെന്തിട്ടുള്ള ഉള്ളീൻ്റെ ഈ ഒരു ഇതൊക്കെ മാറി വരും. ഏകദേശം നമ്മൾ വഴറ്റിയ പോലെ തന്നെ ആവും. പിന്നെ തക്കാളി അടച്ചു വിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്. പിന്നെ അതിലത്ത് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ പൊരിച്ച ഓയിലിൽ കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയില, പുതിന ഇലയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈരും ചേർത്തിട്ടുള്ളൂ ചിക്കൻ മാരിനേറ്റ് ചെയ്ത്. അപ്പോൾ ആ ഒരു പുളിപ്പൊക്കെ ഈ ചിക്കൻ തന്നെ ഈ മസാലയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല രസം തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ അത് ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഒരുപാട് വെള്ളമൊന്നും ചിക്കൻ നിറഞ്ഞു വരാത്തതുകൊണ്ട് ഞാനായിട്ട് തന്നെ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം അധികം ഡ്രൈ ആയാൽ മസാല നമ്മൾ ദമ്മിടുമ്പം മൊത്തത്തിലൊരു ഡ്രൈ ആയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചൊരു വെള്ളം ഇങ്ങനെ ഇതുപോലെ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു ബിരിയാണി നല്ലൊരു ടെക്സ്ചർ കിട്ടുക. അപ്പോൾ ഞാൻ വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ലവണ്ണം ചിക്കൻ ബാക്കി കുക്കും ഇതിൽ നിന്നായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്ക് ചെരിയാന്ന് ഞാൻ പറഞ്ഞല്ലോ, മടിയാണ് എൻ്റെ. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെരിയാന്ന് വെച്ച് ഞാൻ ശ്രമിച്ചു, പക്ഷെ അത് വീഴുന്നില്ല. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് കുറേശ്ശെ ഇതിലേക്ക് തട്ടി ഇടുന്നുണ്ട്. 2 പ്രാവശ്യം തട്ടിയിട്ടപ്പോൾ മൂന്നാമത് എനിക്ക് പിന്നെയും സ്പൂൺ കൊണ്ട് കോരിയിടാനുള്ള മടി കാരണം ഞാൻ പിന്നെ നോക്കിയപ്പോൾ ആ ചോറ് അതുപോലെ തന്നെ അതിൽ വീണിട്ടുണ്ട്. അപ്പോൾ സക്സസ്. അപ്പോൾ അങ്ങനെ വീണു. ഇനി അതിൽ നല്ലവണ്ണം നിരത്തി വെക്കാം. നല്ലോണം മസാലേൻ്റെ മുകളിൽ നല്ലോണം നിരത്തി വെച്ചിട്ട് ഉള്ളിയൊന്നും ഞാൻ ഫ്രൈ ആക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇത് തട്ടിക്കൂട്ട് ബിരിയാണി നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോ ഇത്രത്തോളം കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക. എൻ്റെ ചെറിയ മോളുണ്ടായിരുന്നു, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതാ സൗണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കുറച്ച് ഓയിലുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് അടച്ച് വെക്കാം. ഇനിയുള്ള പരിപാടി കാര്യമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ദമ്മിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിട്ട് കഴിഞ്ഞാലാണ് നമ്മളെ ബിരിയാണി നല്ല ദമ്മായി വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനത് കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതാണ്. ബാക്കിയൊക്കെ നമ്മൾ തട്ടിക്കൂട്ട് പരിപാടിയാണ്, പക്ഷേ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ദമ്മിലാണ് ടേസ്റ്റ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദമ്മ് കാര്യമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കുക. നല്ലവണ്ണം മേലെന്ന് റൈസൊക്കെ നല്ലോണം മിക്സാക്കുമ്പോൾ എൻ്റെ മൂക്ക് ചെറിയ ദുവാക്ക് എരി പറ്റൂല. അതുകൊണ്ട് ഞാൻ മേലെന്ന് റൈസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ആ റൈസ് വേറെ പാത്രത്തിൽ മാറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ആകെ 2-3 കഴിക്കേണ്ട ചോറാണ്, ഇനി ഇത് വേറെ സെപ്പറേറ്റ് ആക്കണമെന്നും കൈയെല്ലാം വെച്ചിട്ട് എല്ലാം കൂടി ഞാൻ തന്നെ അങ്ങ് മിക്സ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഒന്നവിടെ അടച്ച് വെച്ച് എന്നിട്ട് പാത്രമൊക്കെ എടുത്ത് കുട്ടികൾ ഇതാ വന്നു, അവർക്ക് വിളമ്പി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനതാ എടുത്ത് കൊടുക്കുന്നു. അവരോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ബിരിയാണി ആക്കി. അവരും പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുന്നില്ലേ, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. നമുക്ക് കുട്ടികളോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിന് ചെറുതായിട്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തട്ടിക്കൂട്ടാന്നുള്ള പേരൊന്നും ഇതിന് കൊടുക്കണ്ട, നല്ല അടിപൊളി ബിരിയാണി തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെ മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ. ബിരിയാണിക്ക് ബിരിയാണിയാവും, നമുക്ക് വേഗം പണി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതാ മോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, അവൾക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.